ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. നമ്മളിപ്പോൾ 2026 എത്തി നിൽക്കുന്നത്. അപ്പം ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആളെക്കുറിച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാനും എൻ്റെ അമ്മയുമാണ് എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. ഞാൻ എൻ്റെ പല റീലുകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 2 പട്ടികളാണ് ഉള്ളത്. അപ്പം ഞങ്ങളിവിടെ 2015 ഞങ്ങൾ ഇവിടോട്ട് താമസം മാറി. 2014-15 ആ ഒരു സമയത്താണ് ഇവിടോട്ട് താമസം മാറി വരുന്നത്. അപ്പം ഞങ്ങളൊരു കൊച്ച് ജർമ്മൻ ഷെപ്പേർഡ് ക്രോസിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് 35 ദിവസം ഉള്ളപ്പോഴാണ് അവൻ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അത് അവിടെ നിന്ന് തുടങ്ങി ഇപ്പം 2026 അപ്പോൾ ഇപ്പോഴും അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ സ്നേഹത്തോടെയും കാര്യത്തിലുമാണ് അവനെ നോക്കുന്നത്. ആദ്യം അവനെ ഒരു 2 വയസ്സ് വരെ വീട്ടിനകത്തുള്ളിൽ തന്നെ ഇട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറൊരു കുഞ്ഞു പട്ടിക്കുട്ടി ഞങ്ങൾ മേടിച്ചപ്പോഴത്തേനും അവനെ കുറച്ച് വേറൊരു ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവനൊരു കൂടൊക്കെ കെട്ടി അവൻ അതിനകത്ത് ഇട്ടിരുന്നു. അപ്പം അവൻ എന്ന് പറയുമ്പോഴത്തേനും അത് ഞങ്ങൾക്ക് ഭയങ്കര, എൻ്റെ അമ്മയ്ക്കും ഞാനും എൻ്റെ ചേച്ചിയും എങ്ങനെയാണോ അതുപോലെയാണ് എൻ്റെ അമ്മയ്ക്ക് അവനും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ ഉള്ളതും ഇല്ലായ്മയും എല്ലാം അവന് നന്നായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പട്ടിയാണ് ഞങ്ങളുടെ ടോണി. അപ്പോൾ ഞങ്ങൾക്ക് അവന് ഭയങ്കര വലിയ കാര്യവും ഒക്കെയാണ്. അപ്പം റീസെൻ്റായിട്ട് ഒരു 2 പ്രാവശ്യം അവൻ ഈ ചങ്ങല പൊട്ടിച്ച് അവനങ്ങനെ പോകുന്ന കൂട്ടത്തിലൊന്നുമില്ല, ചങ്ങല പൊട്ടിച്ച് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിക്കാട് നെയ്യാറിടാം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് എൻ്റെ അമ്മയുടെ വീട്ടിലും ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ താഴെയുള്ളവർ വിളിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പട്ടി പൊട്ടിച്ചു ഞങ്ങളുടെ കോമ്പൗണ്ടിൽ കയറി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അവർ ഭയങ്കര ഇങ്ങനെ പാനിക്കായിട്ട് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, അവൻ വേറൊന്നും ചെയ്യത്തില്ല, അവൻ ജസ്റ്റ് തിരിച്ച് പൊക്കോളും, നിങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കാതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവും എന്നൊന്നും അറിയത്തില്ല. ചില ആൾക്കാർക്ക് നോർമലി പട്ടികളെയൊന്നും ഇഷ്ടമല്ല, അപ്പോൾ അവർക്കൊക്കെ ഇത് കണക്റ്റ് ആവുമെന്ന് അറിയത്തില്ല. പൊതുവേ അങ്ങനെ ആരും ഉപദ്രവിക്കാറില്ല. അങ്ങനെ അവരൊന്നും ചെയ്തില്ല. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേനും പുള്ളി ഞങ്ങൾ വീട്ടിൽ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് എറണാകുളത്തേക്കൊരു ട്രിപ്പ് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത്, അന്ന് ഞങ്ങൾ പുതിയ തൊടലിട്ട് കെട്ടിയായിരുന്നു. അതിന് ഞാൻ അമ്മയെ തോന്നിയത് ഇനി ഇതും പൊട്ടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞില്ല, നമ്മൾ പുതിയ തൊടലിട്ട് കെട്ടിയില്ലേ, പൊട്ടിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് ഇനി അവൻ പൊട്ടിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളത്. നമുക്കിപ്പം പള്ളിക്കാട് ആയതുകൊണ്ട് നമുക്ക് ഒരു ഓട്ടോ പിടിച്ചോ അല്ലെങ്കിൽ നമുക്ക് വേഗം വരാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത്രയും കിലോമീറ്റർ താണ്ടി എറണാകുളത്താണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവൻ ചങ്ങല പൊട്ടിച്ച് പുറത്തോട്ട് പോയായിരുന്നു. അപ്പോൾ അതിന് വീണ്ടും എനിക്ക് കോൾ വന്നു, ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലെ പട്ടി പൊട്ടിച്ചു. അത് ഞാൻ വിചാരിച്ചു ഇനി ഒരു കാൾ മാറിപ്പോയതായിരിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ വീണ്ടും കൺഫേം ചെയ്തു, വീടിൻ്റെ അടുത്തുള്ള വേറെ ചേച്ചി വിളിച്ച് കൺഫേം ചെയ്തു ഞങ്ങളുടെ പട്ടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിനകത്താണ് നിൽക്കുന്നത്. അവർ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്താണ് നിന്നത് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ പുറത്തോട്ട് എവിടെ പോയായിരുന്നു. അപ്പം എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ അങ്കിളിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. പുള്ളി വന്നു ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്നു. അവന് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എപ്പോഴും കഴിക്കാറൊന്നുമില്ല, എന്നാലും ബ്രെഡ് മേടിച്ചുകൊണ്ട് വന്നു, ഫുഡ് കൊടുത്തു, അവന് കൂട്ടിൽ കയറ്റി. അപ്പോൾ മാമൻ വന്നിട്ട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിലെല്ലാം ബ്ലഡ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തു, പക്ഷേ അവൻ്റെ വായിലൊന്നും ബ്ലഡ് ഇല്ല. അപ്പോൾ നമ്മൾ ഓർത്തു ചിലപ്പോൾ എന്തായാലും അവൻ എന്തെങ്കിലും കടിച്ചതോ എന്തെങ്കിലും ജീവികളെ കടിച്ചതോ വല്ലോ ആയിരിക്കാം എന്നുള്ള സമാധാനത്തിലാണ് ഞങ്ങളിരുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് ഇന്നലെ എൻ്റെ അമ്മ ഇങ്ങനെ റോഡിൽ പോയിട്ട് വന്നപ്പോഴത്തേനും അവിടെ അടുത്തൊരു ഷോപ്പിലൊരു ആൻറ്റി പറഞ്ഞായിരുന്നു, ഇങ്ങനെ നിങ്ങളെ പട്ടി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പുറത്തോട്ട് ഓടി വന്നപ്പോഴത്തേനും അവർ ഉപദ്രവിക്കും എന്നുള്ള രീതിക്ക് പോയെന്ന് പറഞ്ഞ് ആൾക്കാർ ഉപദ്രവിച്ചു എന്നല്ല, ഉപദ്രവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പട്ടിയെ കമ്പെടുത്ത് അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വന്നു. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ തന്നെ അവൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ഉപദ്രവിക്കേണ്ടിയോ അടിക്കേണ്ടിയോ ഒന്നും വന്നിട്ടില്ല. അവൻ്റെ 10 വയസ്സിലും ഞങ്ങൾ ആരും അവനെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ എനിക്കത് പേഴ്സണലി കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ 2 പട്ടിക്കുട്ടികളുണ്ട്. 2 പട്ടിക്കുട്ടികളെ ഞങ്ങൾ ആരും ഉപദ്രവിക്കത്തില്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും ഈ നാട്ടിലെ മനുഷ്യന്മാരെ കാട്ടിയും വിവേകമുള്ള ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളിവിടെ ഇത്രയും ഞങ്ങൾ മാത്രം താമസിക്കുമ്പോഴും ഒരു ധൈര്യം ഞങ്ങൾക്കുള്ളത് ഈ പട്ടികൾ കിടക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളത് നമ്മളെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പോലും അങ്ങനെ ഉപദ്രവിക്കത്തില്ല. അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചെങ്കിൽ അവർക്ക് അത് പേടിപ്പിച്ചോ അല്ല ഓട്ടിക്കല്ല. അത് ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു പട്ടി എന്തിനാണ് അവർ തല്ലുന്നത്? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചെയ്തത് കൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്നത്? ഞാൻ മറ്റേ മൃഗസ്നേഹിയോ അങ്ങനെയൊന്നും അല്ല. ഞാനൊരു നോർമലായിട്ടുള്ള ഒരാളാണ്. ഞങ്ങളെ വീട്ടിൽ വളർത്തുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ ഇമോഷൻസ് അറിയാം. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ഇവിടെ കുറേ ഇവരൊക്കെ വീട്ടിൽ ഓരോന്നൊക്കെ വളർത്തുന്നുണ്ട്, അതിനൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അത് നമ്മളാരും അവരെ ഒന്നും ചോദ്യം ചെയ്യാനും പോകുന്നില്ല. പക്ഷേ എങ്കിൽ ഇതേപോലെ റീസെൻ്റായിട്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഞങ്ങളുടെ വീട്ടിലൊരു ആ സമയത്ത് ഞാനൊന്നും ഇല്ല, എൻ്റെ ചേച്ചി ആണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അതേപോലെ വീട്ടിൽ ആളില്ലാതെപ്പം അടുത്തുള്ളവരാരോ വിഷം വെച്ച് കൊന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞങ്ങളിവിടെ വന്ന സമയത്താണ് പട്ടി വളർത്തുന്നത്. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ വളർത്തുന്ന ഈ 2 പട്ടിക്കുട്ടികളായാലും അല്ലെങ്കിൽ ഇവർ വെളിയിൽ നിന്ന് ആൾക്കാർ തരുന്ന ഫുഡൊന്നും വെച്ച് കഴിക്കത്തില്ല. അതുകൊണ്ട് വിഷം വെച്ച് എന്തായാലും അവരെ കൊല്ലാൻ പറ്റത്തില്ല. ഇപ്പോൾ അവരെ പട്ടി ഇതിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആര് തെറ്റുകാരാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് സഹജീവികളോട് സ്നേഹം വേണം. ഈ ഇത്രയും വർഷം കഴിഞ്ഞ ആൾക്കാർക്ക്, മനുഷ്യന്മാർക്ക് ഒരു മൃഗങ്ങളടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഇതുമില്ല, അങ്ങനെ ഉള്ളവരും ഉണ്ട്. എന്നാൽ ഞങ്ങൾ ജീവിക്കുന്നത് എന്തോ അങ്ങനെയുള്ളവരുടെ ചുറ്റുപാടിലല്ലയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം എന്ന് വെച്ചാൽ അവനെന്ത് വേദനിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അവർ കടിച്ചെങ്കിൽ അവർക്ക് ഇതിന് പോയിക്കൂടായിരുന്നോ? അത് കടിച്ചില്ലല്ലോ.
ആദ്യം ഇങ്ങനെ പൊട്ടിച്ചപ്പോഴും അവർ ഓട്ടിച്ച് വിട്ടു, പട്ടി ഓടി തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ലൈക്ക് അവർക്ക് അപ്പോഴും അത് ചെയ്യാമായിരുന്നല്ലോ. ആ പട്ടി ഞങ്ങളെ കടിച്ചേക്കാം എന്നുള്ള രീതിക്ക് അതിനെ ആക്രമിക്കുന്ന വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ മാമനെ തന്നെ 2 വർഷത്തിന് ശേഷമാണ് ടോണി വീണ്ടും കാണുന്നത്. എന്നിട്ട് പോലും എൻ്റെ മാമനെ ഉപദ്രവിച്ചില്ല. ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു ഭാവിയുണ്ട്, അതിനെ ഉപദ്രവിക്കത്തില്ല. ആരെയും അത് അതിനറിയാം ആരെ ഉപദ്രവിക്കണം. നമ്മുടെ കോമ്പൗണ്ടിലോട്ട് ആരെങ്കിലും അതിക്രമിച്ച് കയറി മാത്രം അതിനെ ആക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാനിതിപ്പം ഇതിൽ ഷെയർ ചെയ്യുന്നത്. ശരി, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ആദ്യം പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ.